കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ലതാപാലത്തിന് സമീപം 8 മാസത്തോളമായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് തകർന്ന് വെള്ളം പാഴാകുന്നതായി പരാതി. പൈപ്പ് തകർന്ന് വെള്ളം പാഴാകുന്നത് മൂലം ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ദിവസേന പാഴാകുന്നത്. മൂവാറ്റുപുഴ ലതാപാലത്തിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് തകർന്ന് വെള്ളം പാഴാകുന്നതായി പരാതി. 8 മാസത്തോളമായി ലതാപാലത്തിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് തകർന്ന് വെള്ളം പുഴയിലേക്ക് തന്നെ പതിക്കാൻ തുടങ്ങിയിട്ട്. നിരവധി തവണ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്കടക്കം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നാണ് പരാതി. പൈപ്പ് തകർന്നത് മൂലം പ്രദേശത്ത് വെള്ളത്തിന്റെ ലഭ്യതക്കുറവും നേരിട്ടിരുന്നു. പൈപ്പിന്റെ കാലപ്പഴക്കം മൂലം തകർന്നതാണ് വെള്ളച്ചോർച്ചയ്ക്ക് കാരണമെന്നും നിരവധി തവണ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നുമാണ് ആക്ഷേപം. എവിടെയോ പൊട്ടിയിട്ടുണ്ട്. പഴയ പൈപ്പല്ലേ, പണ്ടുണ്ടാവുക പൈപ്പല്ലേ. ആ പൈപ്പ് ഒന്ന് മാറ്റണ്ടേ, അല്ലെങ്കിൽ ഇത്രയും പ്രഷറായിട്ട് വെള്ളം വന്ന് പൊട്ടിപ്പോവില്ലേ. പണ്ടുകാലത്ത് പൈപ്പ് ഇത്ര ആൾ ജനം ഉണ്ടായിരുന്നില്ല, ഇപ്പം ഇത്രയും ജനവും താമസിക്കണം. അതിനടുത്ത് പമ്പിങ് പ്രഷർ കൂടുമ്പോൾ പൈപ്പ് പൊട്ടിപ്പോകും, പഴയ പൈപ്പൊക്കെ. മാസങ്ങളായി പൈപ്പ് തകർന്ന് വെള്ളം പോകുന്നത് മൂലം ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ദിവസവും പാഴാകുന്നത്. ദിവസങ്ങൾ നീണ്ട പരിശോധനയെ തുടർന്നാണ് പൈപ്പ് തകർന്ന സ്ഥലം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയതെന്നും പൈപ്പിന്റെ ചോർച്ച പരിഹരിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചെന്നും ഒരു ദിവസത്തിനുള്ളിൽ തകരാർ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും വാട്ടർ അതോറിറ്റി ജീവനക്കാരൻ പറഞ്ഞു. കിഴക്കര റൂട്ടിലേക്ക് വെള്ളം പ്രഷർ പിടിക്കണമെന്ന് പറഞ്ഞ ആൾക്കാരിങ്ങനെ പരാതിയായിട്ട് വന്നു. അങ്ങനെ ഇത് എവിടെ വെള്ളം പോകണമെന്ന് മനസ്സിലാകാണ്ട് നോക്കി നമ്മുടെ മൂവാറ്റുപുഴ ലതാപാലത്തിൻ്റെ താഴെ കെട്ടിൻ്റെ ഇടയ്ക്കടെ വെള്ളം പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഈ ഇന്നലെയാണ് കണ്ടുപിടിച്ചത്. ആ കണ്ടുപിടിച്ച് ഇപ്പം അത് നന്നാക്കാനുള്ള ഒരു പരിഹാരമായിട്ട് പണി തുടങ്ങിയിട്ടുണ്ട്. അത് നന്നാക്കി തീർന്നു കഴിഞ്ഞാൽ പൈപ്പ് ഒരുപാട് ഡെപ്തിലാണ് കിടക്കുന്നത്, 2 മീറ്റർ താഴ്ചയുണ്ട്. കുറേ നാളായി പോകാൻ തുടങ്ങിയിട്ട് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ അതിനുള്ള പരിഹാരമായിട്ട് ഇന്ന് പണി തുടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം കൊണ്ട് തീർക്കാനുള്ള ഉദ്ദേശമാണ്. പൈപ്പ് മാറ്റേണ്ടി വരും. അതിന് താത്തി ലീക്ക് കണ്ടിട്ടില്ല. 2 മീറ്റർ ഡെപ്തിൽ താത്തിയാലേ ലീക്ക് അവിടെ നിന്നാണെന്ന് മനസ്സിലാവുള്ളൂ. അത് താത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ബാക്കി പൈപ്പ് കണ്ടേച്ചേ പറയാൻ പറ്റുള്ളൂ. പൈപ്പ് മാറ്റി സ്ഥാപിക്കണമെന്നും പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നുമാണ് നഗരവാസികളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.